ഇവളാ? അതെ, ഇവളാണ്. എന്തേ, നിനക്കറിയോളെ? എടാ, ഇവളുടെ കൂട്ടുകാരി ചാരുല്ലേ, മറ്റേ വെളുത്തിട്ട് നീളം മുടി. ആ, നീ കാര്യം പറയടാ, മനുഷ്യ ടെൻഷൻ അടിപ്പിക്കാതെ. ഇവക്ക് എന്താ കുഴപ്പം? ഇവക്കല്ലടാ, നീ ഇവളെ കിട്ടി എനിക്കാണ് കുഴപ്പം. ആ, തെളിച്ച് പറയടാ പോലെ, എന്താ കാര്യമൊന്നും. എടാ, അത് പിന്നെ ഇവളുടെ കൂട്ടുകാരി ഇല്ലേ ചാരു. ആ, ചാരൂരാണ് ഞാൻ ആദ്യം ജീവിതം കൊടുത്തേ +2 പഠിക്കുമ്പോ. എന്നിട്ട് കോളേജ് വെച്ച് അഞ്ജുന് ജീവിതം കൊടുക്കാൻ വേണ്ടി ഞാൻ അവളെ നൈസായിട്ടൊന്ന് തേച്ചാർന്നു. പിന്നെ അവളെ കാണുന്നത് കഴിഞ്ഞ കൊല്ലം അവളെ ഇവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോഴാണ്. അവളെന്നെ നോക്കിയ നോട്ടം ഇപ്പോഴും ഓർമ്മയുണ്ടളിയാ. ഓ, ഞഞ്ഞായി. ഓടി നടന്ന് ജീവിതം കൊടുക്കുമ്പോഴേ ആലോചിക്കണമായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ നീ എന്റെ കൂടെ നടത്തുന്ന ഉള്ളമാരെ കണ്ടിട്ടുണ്ടാവില്ലേ? അടി ഇതെന്തോ പണിയാണെന്ന് ഞാൻ ഒരു അശരീരി കേൾക്കും കേട്ടാ. വെറുതെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ട്രാക്കിന്ന് വെച്ച് നെഞ്ചത്തോട് കേട്ടാ നിൽക്കണ്ട. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഒന്ന് പോയേടാ. പിന്നെ നീ എന്നാണ് നേരാവണം കോളേജ് വന്നേക്കുന്നു അവള് നിന്നെ കാണാനായിട്ട്? ഇന്നിപ്പോ ഫ്രഷേഴ്സ് ഡേ ആയിട്ട് കളക്ഷൻ എടുക്കാൻ വന്നല്ലേടാ കോഴിനി. കോഴി നിന്റെ തന്ത. അപ്പനെ പറഞ്ഞാൽ കാലക്കുറ്റി പൊട്ടിക്കും പന്നി. എനിക്ക് കാട്ടിത്തരം ചോദിച്ച പെണ്ണിനെ നീ എന്നെ തല്ലാനും കൊല്ലാനും വാ. അതും ചങ്ക് പറിച്ചത് എന്നെപ്പോലുള്ള ഒരു കൂട്ടുകാരനെ. പോടാ, അവളുടെ വെപ്രാളും മണ്ടത്തിനും പറ്റിയപ്പോഴും വീഴ്ച നിക്കളൊന്നും എന്റെ കണ്ണീന്ന് പോണില്ല. എന്തോ ഒരു കൊഴുപ്പല്. ചാരുവിനെ ലാസ്റ്റ് കണ്ടത് എന്റെ കണ്ണീന്ന് പോണില്ല. ആ, എന്നാ നീ ഇവിടെ നിന്ന് മാറിക്കോ. ചാരു അലീനക്ക് വേണ്ടി സംസാരിക്കാൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. ഇനി നിന്റെ ഈ ഓനോ വന്ന കണ്ടിട്ട് എന്റെ കാര്യം കൊഴയണ്ട. പ്രഭാകരാ, ഓളതണ്ടി. ഓഹോ, അപ്പോ വന്ന കാര്യം പറഞ്ഞ് പെട്ടെന്ന് വളച്ചു കൊണ്ടുപോകാനാണ് ഉദ്ദേശം. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും വളക്കാൻ പറ്റില്ല മോളെ. ആമ്പിള്ളേരങ്ങനെ പെട്ടെന്ന് വളർന്നതെന്ന് വിചാരിച്ചോ? അതും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പ്രൊപ്പോസലും ബർത്ത്ഡേ സംബന്ധിച്ച് പെങ്കൊച്ചാവുമ്പോ കുറച്ചൊന്ന് ചുറ്റട്ടെ. എന്തൊക്കെയായിരുന്നു ഉപ്പിട്ട മാങ്ങ, കുലുക്കിയ സോഡ, കൊടുക്കാൻ പവനായി ശശിയായി. കാവടിയുടെ പോക്ക് കണ്ടപ്പോഴേ ഓർത്തേണു ഇത് ട്രാജഡി ആവുന്നു. പണ്ടാരടങ്ങൻ ആവശ്യമായി ഏൽക്കുകയും ചെയ്തു. നാക്കും പഠിക്കൂല, പല്ലും തേക്കൂല. എന്നിട്ട് നാക്കുളക്കി വിവരക്കേട് വിളിച്ചു പറഞ്ഞാൽ ഞാൻ സോൾവ് ചെയ്യണം പോലും. അല്ല, ഒരു കണക്കിന് ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയത് തന്നെയാണ്. പക്ഷെ അങ്ങോട്ടൊരു പണി അറിഞ്ഞപ്പോ അത് ഇത്രയും സ്പീഡുള്ള ബൂമറാങ്ങായിട്ട് എന്റെ നേർക്ക് തന്നെ തിരിച്ചു വരുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ചങ്കും അത് സോൾവ് ചെയ്യുന്ന മറ്റേ ചങ്കും ഇല്ലാത്ത പടം പോലും ഇപ്പൊ ഇറങ്ങുന്നില്ല. പിന്നെയാണ് ജീവിതത്തിൽ. എന്തായാലും പൂലന്തയോടൊന്ന് പറഞ്ഞു നോക്കാം. എന്തായി പോയ കാര്യം? കണ്ടോ? കണ്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഓ, നമ്മളോടൊക്കെ എന്തൊക്കെ അറിയാനാടി. അവരൊക്കെ വലിയ സീനിയേഴ്സ്. എന്തോന്ന്? നിനക്ക് എന്റെ അടുത്ത് അലക്കടി കിട്ടിയാ? ഇങ്ങനെ പോയാ മിക്കവാറും കൊള്ളുന്ന ലക്ഷണമുണ്ട്. ചാരു, ഈ തമാശ കളിക്കത്തെ കാര്യം പറ. പോയിട്ടെന്തായി? പറഞ്ഞു നീ പറയാൻ പോയ കാര്യം. നീ പറയണ കേട്ടാത്തൊന്നും അയാളെ ഞാൻ പോക്കറ്റിൽ തൊള്ളു നടക്കുവാണ്. ഒന്നും മിണ്ടാ നോക്കിയിട്ട് എത്ര നേരാണോ പുറകെ നടന്നേ? ആ നടത്തം വേറെ ഏതെങ്കിലും പയ്യന്മാരുടെ പുറകെ നടന്നിരുന്നേലി ഞങ്ങൾ ഇന്ന് സെറ്റായി അടുത്തു വല്ല എന്റെയും പുള്ളിയുടെയും കൊച്ചിന്റെ പേരിടല് കഴിഞ്ഞേനെ. കോപ്പ്, നീ ശരിക്കും ശ്രമിച്ചു കാണില്ല, അതായിരിക്കും. ആ കാലത്ത് നീ ശ്രമിച്ചത്ര എത്തിക്കാണില്ല. ഹാ, തമാശകളാ. ഇനിയിപ്പോ എന്തോ ചെയ്യൂന്ന് പറ. നീ ഇങ്ങനെ പെടച്ചിട്ടൊരു കാര്യവുമില്ല. എന്തേലും വഴിയുണ്ടാവുന്ന വീട്ടിൽ പോയി ആലോചിക്കാം. അല്ലേ തിരക്കൊക്കെ തീർന്നിട്ട് പതിയെ പുള്ളിയോട് പോയി പറയാം പോരെ? ഒന്ന് പോയിടി കോപ്പേ. നിനക്കെന്താ നാണം കെട്ടത്തിന് ആണല്ലേ? നന്ദി വേണോടി, നന്ദി. പരീക്ഷക്ക് നീ എന്തായാലും തോക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് നിനക്ക് ഒറ്റപ്പെടെ ഫെയിൽ ചെയ്യാതിരിക്കാൻ. അതുകൊണ്ട് മാത്രാണ് ഞാൻ ഓരോ എക്സാമിന് സപ്ലൈ മേടിക്കണത്. ആ, എനിക്കൊരാവശ്യം വന്നപ്പോ നീ ഈസിയായി കൈമലർത്തി. കൊള്ളാടി, കൊള്ള. ദാശമോളെ, എന്നോട് സ്നേഹമുണ്ടായിരുന്നില്ലേ? നീ കുത്തിയിരുന്ന് പഠിച്ചിട്ട് തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന എന്നെ നീ കോപ്പേഡ് ചെയ്ത ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത്, അല്ലാതെ കമ്പനി അടിച്ച് തോൽക്കുമല്ല. ഇത് സ്വന്തമായിട്ടൊരു കൂട്ടുകാരുണ്ടായിട്ടും അന്യന്റെ പേപ്പർ നോക്കി കോപ്പി അടിക്കുമ്പോഴുള്ള വിഷമം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുഭവിച്ചറിയണമല്ലോ, അനുഭവിച്ചറിയണം. സാറുമാരടുത്തൂടെ പോകുമ്പോ അവരെ കാണിക്കാൻ പോലും പേപ്പറിലൊന്നും എഴുതാൻ പറ്റാത്ത വിഷമം എന്റെ അത്രയും വേറെ ആർക്കും ഉണ്ടായി കാണില്ല. അളിയാ, നീ ഫീലാവാൻ പറഞ്ഞതല്ല. ഈ നാണക്കേടി നൂരി പോരന്റെ പണ്ടാരം. ആ വിഷമതി പറഞ്ഞു പോയണം. നീ ക്ഷമി. സാരമില്ല, ഞാൻ ഓർക്കണത് അതൊന്നും അല്ല ജാക്കി. ഇത്രയൊക്കെ പുറകെ നടന്നിട്ടും അയാള് സംസാരിക്കാൻ പിടിതരാത്തത്. ഇനി ചിലപ്പോ നീ മറ്റേത് കാണിച്ചതെന്ന് ചോദിച്ചത് പുള്ളി സീരിയസ് എടുത്തതാണോ?
ആന്റി എങ്ങോട്ടാ സഞ്ചിയൊക്കെ ആയിട്ട്? മീൻ മേടിക്കാൻ. പോത്തുപോലെ രണ്ടെണ്ണം ഉണ്ടായിട്ട് എന്താ കാര്യം? ഈ പ്രായത്തില് ഞാൻ തന്നെ പോകണ്ടേ? നമ്മക്ക് കടയിൽ കൊണ്ടുവന്ന് വേറൊന്നും കിട്ടിയില്ലേ? ഇങ്ങനത്തെ അത് ആ അത് കൊള്ളാം. ഇനി ഈ ചെടിച്ചട്ടി എടുത്ത് തല വെച്ചോണ്ട് പോവാൻ പറ്റുമോ സഞ്ചിക്ക് പോരാം? ഇത് നല്ല കൂത്തു. പിന്നെ ചെകുത്താനെ കൊണ്ടാണോ നീ വീട്ടിൽ കയറിയേക്കുന്നത്? ആന്റി എന്നെ ഉദ്ദേശിച്ചല്ലോ ചെകുത്താനെന്ന് വിളിച്ചത്. ഇല്ലാതില്ല. സബാഷ്. അതെ, സഞ്ചിന്ന് എടുത്തു പറയണ്ട. ഇതിന് ഇംഗ്ലീഷിൽ ഒരു പേരുണ്ട്, കിറ്റ് അല്ലെങ്കിൽ കവർ. അങ്ങനെ പറഞ്ഞാ മതി. ഒന്നുമില്ലല്ലോ, അമ്മ കുറെ നാള് ഗൾഫിൽ അറിഞ്ഞില്ലേ പപ്പയുടെ കൂടെ? അതിന് ഗൾഫിൽ ഇംഗ്ലീഷ് അല്ലല്ലോ. ഫാക്ട്, ഗൾഫിൽ ഇംഗ്ലീഷ് അല്ല. ഇന്നാ കൊണ്ടുപോകും സഞ്ചി അല്ല കവറ്. ഇവക്കിതെന്ത് പറ്റിയിട്ട് ചാരു? പോയപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഒന്നും പറയണ്ടമ്മേ. ഉച്ചന്തി ചേ ഒരു സഞ്ചി ചതിച്ച കഥയാണ്. എന്തോന്ന്? അല്ല, ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച പാഠമാണ്. സഞ്ചി ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ. അവൾ അതേക്കുറിച്ച് പറഞ്ഞതാണ്. ആന്റി ചോദിച്ചുമ്പോ പണ്ടാരം വിശന്നിട്ടാണെ കണ്ണും കാണാൻ വയ്യ. ഇവിടുത്തെ അടുക്കളന്നാണല്ലോ ചിക്കന്റെ മണം. ദൈവമേ, പീസ് തീർന്നിട്ടുണ്ടാവല്ലേ? ആഹാ. അയ്യേ, ഇതെന്താണ് ചിക്കൻ മസാലയുടെ കടലക്കറിയാ? എന്റെ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഇതിലും ദാരുണമായിരിക്കും. ഇതെങ്കിൽ ഇത് ശവം വെട്ടി വിഴുങ്ങാൻ പോണ പോക്ക് നോക്ക്. മനുഷ്യന്റെ ഉള്ളു മുഴുവൻ തീയാണ്. ഒന്നും പറയാനും പറ്റൂല. ഇവളുടെ ഹെൽപ്പ് ആവശ്യമുള്ളല്ലേ? നീ വിഷമിക്കണ്ടടി. ഒരബദ്ധം ഏതലീനൊക്കെ പറ്റും. അതെനിക്കറിയാം. അങ്ങനെ പറ്റിയ അബദ്ധമാണല്ലോ എന്നെ കുരുക്കി ചാടിച്ചതും ഇപ്പൊ എന്റെ മുന്നിലിരുന്ന് ഒരു ഉളുപ്പില്ലാതെ തിണ്ടുന്നതും. അളിയ, നിനക്ക് നിന്റെ കാര്യത്തിൽ വിഷമമില്ലെന്നാണോ നിന്റെ വിചാരം? നിന്റെ കാര്യം മൊത്തത്തിൽ ടെൻഷൻ കേട്ടാണ് ഇന്നെനിക്ക് ഇത്ര വിശപ്പ്. നീ എന്താണത് മനസ്സിലാ? മിണ്ടാതെ ഇരുന്ന് നന്ദിക്കണം, ഇല്ലെങ്കിൽ കിറക്കിട്ട് കുത്തും പട്ടി. ചാരു, നിനക്ക് തിന്നാനും കുടിക്കാനൊന്നും വേണ്ടേ? ഓ, ചോദ്യം കേട്ടാ ചൈനീസ് ഫുഡ് ടേബിളിൽ നിരത്തി വെച്ചേക്കുന്ന പോലാണ്. അതേപോലെ വൈകുന്നേരത്തെ ചോറ് ഉണക്കവിനല്ലേ അമ്മാന് തിന്നോണ്ടാ മതി. ഇവിടെ അന്നമാര് നല്ല ചൂട് പുട്ടും പപ്പടവും കടലക്കറിയും കട്ടൻ ചായയും വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കഴിച്ചു. അമ്മ വേണേൽ ദൈവക്ക് കൊടുക്കും. ഇവളാണ് ഒന്നും കഴിക്കാത്തത്. എനിക്കിനി രാത്രിയിലത്തേക്ക് ഒന്നും വേണ്ട മതവേ. വേണ്ടെങ്കിൽ തിന്നണ്ട. ഇന്നാ തോമസിനെ മനസ്സമ്മതായിരുന്നു. പോയപ്പോ കുറച്ച് ബിരിയാണി ഒന്നിട്ട് വല്യഞ്ചി. നിങ്ങൾ വരുമ്പോ തരാൻ ചൂടാക്കി വെച്ചിരിക്കായിരുന്നു. കാണാനപ്പോ വന്നതാ. എന്റെ ലാലീനവാ, ആന്റി വിളമ്പി തരാം. ദേ കിടക്കണം. ഇതിപ്പോ ആലിപ്പഴം പഴുതപ്പോ കാക്കക്ക് വായ്പണെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എന്തായാലും ഒരു മാതിരി ചെയ്ത്തായി പോയി. ആന്റി വരുവാ. ബിരിയാണി തിന്നിട്ട് സഞ്ചിയുടെ വിഷമം മാറ്റിയേക്കാം. എടാ ബെഞ്ചമിനെ, എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കണം. ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാതായിരുന്നല്ലോ നീ. ഓ, അവളെ നോക്കാനായിരിക്കും അല്ലേ? അതെ, അല്ലാതെ എത്ര കാലം എന്ന് വെച്ചാ നിന്റെ കൂറമൊന്നേ കണ്ടോണ്ടിരിക്കണേ. ഒരു ചേഞ്ചൊക്കെ വേണ്ടല്ലയാ. നീ ഇവിടെ ഉണ്ടാക്കിത്താ. ഉണ്ടാക്കും കുറെ തെക്കോട്ടെന്നൊക്കെ ചിരിച്ചോണ്ടിരുന്നു. നിനക്കിപ്പോ എന്റെ മോന്ത ഓഞ്ഞതായിട്ടും പന്നയായിട്ടും ഒക്കെ തോന്നും. അവളെ നിനക്ക് സെറ്റ് ഒരു 6 മാസം കഴിയട്ടെ. അപ്പൊ നീ എന്നെ പുറകെ നടക്കും. ഒന്ന് തലേന്നൂരിത്താടാന്നും പറഞ്ഞോണ്ട്. നമ്മള് എത്ര കണ്ടതാണ്. അങ്ങനെ വന്നാൽ പന്നി അന്ന് എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. നിന്റെ സ്വഭാവം അങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കടാ. നിന്റെ വീടായിപ്പോയി അല്ലെ ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞേനെ നാറി. ഇയാളിതെന്തോന്നാ തുടക്കം മുതൽ ഉടക്കിക്കൊണ്ട്. നിന്റെ പ്രശ്നം ചാരുമല്ലടാ. ഞാൻ നോക്കണ്ട അവളെ അല്ലല്ലോ. അതുപോലെ ഇതിന് മാത്രം ടെൻഷൻ അടിക്കാൻ നീ എന്ത് തേങ്ങയാണ് ചെയ്ത അവളോട്? ഇനി അതാണെ തന്നെ അവൾ അത് ഓർത്തിരിക്കുന്ന ടൈപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവൂല. ശരി, ഇനി അങ്ങനെ ആണെ തന്നെ ഒക്കെ നമുക്ക് ശരിയാക്കാം. നിന്റെ കൂടെ ഞാനില്ലേ? എന്നെ നിനക്ക് വിശ്വാസം ഇല്ലേടാ? വിശ്വാസത്തിന്റെ അല്ലയാ. പ്രേമാസ്തിക്ക് പിടിച്ചവന്റെയും കഞ്ചാവ് പിടിച്ച് കിറങ്ങിയവന്റെയും വാക്ക് കൈയൂലപ്പുറ തേങ്ങ പോലെയാണ്. അതാണ് പ്രശ്നം. എന്നാ നീ അതും പറഞ്ഞോണ്ടിരുന്നു. നിനക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കി തരാൻ പറ്റുമോ? എനിക്ക് നിന്റെ തുമ്പും വാലും ഒന്നും പിടിയില്ല. അത് നിന്നോട് ഇറക്കണത്. നിനക്ക് പറ്റൂലേ, വേണ്ട, ചെയ്യണ്ട. പക്ഷെ മേലെ നിന്റെ ഒരു കാര്യത്തിന് എന്നെ നോക്കിയേക്കരുത്. അയ്യോ, പേടിപ്പിക്കല്ലേ. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ കയ്യിൽ വെച്ചാ മതി. ഉണ്ടാക്കി തരാം. കൂട്ടുകാരനെ പോയില്ലേ? ബൈ പ്രൊഫൈൽ നെയിം എന്താ ഇടേണ്ടത്? ഡിക്കിയിൽ നെയിം എന്താണോ? അല്ലടാ, നിന്റെ സെൻസർ ചെയ്യേണ്ട തെറി എന്നെ കൊണ്ട് പറയിക്കല്ലേ മോനെ. മോനേന്ന് നീട്ടി വിളിച്ചത് മനസ്സിലായല്ലോ അല്ലേ? എന്റെ പൊന്നോ, ഇതെന്ത് മറിമായം?
അല്ലു, എടി അല്ലു, എടി താണ്ടേ യവൻ യവൻ, എടി പൊട്ടിക്കളി എറിക്ക്. എറിക്കോ? നിനക്ക് റിക്വസ്റ്റ് വെച്ചോ? നോക്കട്ടെ. റിക്വസ്റ്റ് അല്ല, ഡിസ്കവർ പീപ്പിൾ സെക്ഷനിൽ കണ്ടതാണ്. ഷോ, എന്തൊരു കഷ്ടം നോക്കണേ. ഇത്രയും കാലം ഈ കൊന്തന് ഇതിലില്ലാത്ത വിഷമായിരുന്നു. ഇത് വന്നപ്പോ റിക്വസ്റ്റ് അയക്കാനും പറ്റാത്ത സ്ഥിതി. നീ അയച്ചില്ലെങ്കിൽ വേണ്ട. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കട്ടെ. കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ. ഈ കച്ചറയുടെ ഫ്രണ്ടാണോ എറിക്ക്? എന്താടി, ഏത് കച്ചറ? ബെഞ്ചമിൻ. ഇതാരാണ്? എടി കോപ്പേ, എന്റെ എക്സ് ബെഞ്ചമിൻ. ഇതിപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തോന്ന് അടിയൊന്ന് വിളിച്ച് പറ. എനിക്ക് ഇവനെ നേരത്തെ അറിയാം. +1 തൊട്ട് ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ ഈ ദാഷ് മോനെ ആദ്യമായിട്ട് കാണുന്നത്. സ്കൂളിലും ബസ് സ്റ്റോപ്പിലും പോകുന്നിടത്തും ഒക്കെ കുറെ നടപ്പായിരുന്നു പണി. അവൻ ഒടുക്കത്തെ ദിവ്യപ്രേമമായിട്ട്. എന്നിട്ടെന്താ, കുറെ നാൾ പുറകെ നടന്നപ്പോ കണ്ടക്ഷന് ഉച്ചി നിൽക്കണ ഏതോ നേരത്ത് എനിക്ക് ഇഷ്ടം തോന്നിപ്പോയി. വലിയ കുഴപ്പമില്ലാതെ കുറച്ചുനാള് പോയി. പിന്നെ ഇവന്റെ വിവരമൊന്നും ഉണ്ടായില്ല. എന്താ കാര്യമെന്നറിയാൻ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് തപ്പിപ്പിടിച്ചവന്റെ അടുത്ത് വന്നപ്പോ അവന്റെ വീട്ടിലിറങ്ങി. പെങ്ങള് സീനാണ്. അവളോട് സത്യം ചെയ്തു പോയി എന്നെ ഇനി കാണില്ലെന്ന്. അതുകൊണ്ടാ വിളിക്കാതെയും പറയാതെ എഴുന്നത്. ഞാൻ ഇവനെ മറക്കണം എന്നൊക്കെ പറഞ്ഞ് അസലായി നീറ്റായി തേച്ചിട്ട് പോയി ശവം. അതെങ്ങനെയാടി തേക്കണേ? അവന്റെ ചേച്ചീനെ ചിലപ്പോ അത്ര ഇഷ്ടായിരിക്കും കളിയാ. കോപ്പേ, അവൻ ഒറ്റ മോനാണ്. ഇന്നിവരെ ജനിച്ചിട്ടില്ലാത്തൊരു ചേച്ചിനെ ഞാൻ എവിടെ പോയി കൺവിൻസ് ചെയ്യാനായിരുന്നു. അവനറിയാതെ അവന്റെ വീട്ടിൽ ഇതേ ഇല്ലാത്ത സൃഷ്ടിനെ കാണാൻ പോയപ്പോഴാണ് ഞാൻ കാര്യം അറിയണത്. അന്ന് മുന്നേ അവനെ പേര് ഞാൻ കാണുന്നത് ഈ കോളേജ് വെച്ചിട്ടാ, കാലമാണ്. പക്ഷെ എനിക്കതില്ല. ഇവനെ ഒത്ത് ഞാൻ കുറെ അന്ന് വിഷമിച്ചതാ. ഈ നാറിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ ഒരൊറ്റ പെണ്ണ് ഉണ്ടാവുള്ളെന്നാണ് എന്നോട് ഇവൻ പറഞ്ഞേ. പിന്നെ അന്വേഷിച്ചപ്പോഴല്ലേ മനസ്സിലായതും ഇവന്റെ ലൈഫിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം അറിഞ്ഞപ്പോ മനസ്സറിഞ്ഞൊന്നും തന്തക്ക് വിളിക്കാൻ പോലും പറ്റിയില്ല. ആ ഒരൊറ്റ കാര്യത്തിലെ സങ്കടമുള്ളൂ. ബെഞ്ചമിനാണ് നിന്റെ ചുറിക്കേട്ടന്റെ ഫ്രണ്ടെങ്കിൽ പൊന്നു മോളെ എന്നെ സൂക്ഷിച്ചോ. ദൈവമേ, ഈ കാലമാടൻ ഒരു കാലത്തും ഗുണം പിടിക്കല്ലേ. ഷോ, ഇതിപ്പോ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയിലായല്ലോ അളിയാ. സഞ്ചു ഉണ്ടാക്കിയ നാണക്കേട് എങ്ങനെ മാറ്റുമെന്ന് ഓർത്തായിരുന്നു ഇത്രയും നേരം ടെൻഷൻ. ഇതിപ്പോ നാണക്കേട് മാറ്റണോ വേണ്ടെന്ന് അറിയാത്ത അവസ്ഥയായി. നീ ടെൻഷൻ ആവാതെ. എറിക്ക് അങ്ങനെയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മൂത്രപ്പൂമ്പൊടി ഏറ്റി കിടക്കണ കല്ലിനും ഉണ്ടാവുമല്ലോ ഒരു നാറ്റം. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എന്തോന്ന്? അങ്ങനെയല്ലല്ലോ അത്. ഇല്ല, ഞാനിങ്ങനെ കള്ളപ്പന്നീനെ മുല്ലപ്പൂനോട് ഭൂമിക്കാം. ചെറ്റ, അവനെന്റെ കൈ കിട്ടാതിരിക്കില്ല. കിട്ടിയാൽ അവന്റെ വിദ്യയാണ്. ഈ പെണ്ണുമ്പോൾ എന്തൊക്കെയാണ് വിളിച്ചു പറയണത്? നീ ജയിച്ചടാ, ഞാൻ തോറ്റടാ. എടാ ബെഞ്ചമിനെ, എന്താ സാറേ? താൻ അടുത്ത പരീക്ഷയ്ക്ക് ഒരു 10 മാർക്ക് തിരിച്ചു മേടിക്കാൻ നോക്കണം. അതെന്താ സാറേ, ഇനി പാസ്സാകാൻ അത്രയും മതിയോ? അതുകൊണ്ടല്ല പൊന്നു മോനെ, നിന്റെ പേപ്പറിൽ 2 അക്കം കഴിഞ്ഞൊരു മാർക്ക് കാണാൻ കൊതിയായിട്ടാണ്. ഇതാ പഴയപോലെ 1. എല്ലാവരും കൗണ്ടിങ് മിസ്റ്റേക്ക് ഉണ്ടോന്ന് നോക്കി. ഇതിലിട്ട് ഇനി എന്ത് കൗണ്ട് ചെയ്യാനാണ്? 1 കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് വേണ്ടേ? ഞാൻ ഈ കോപ്പ് നിർത്തുവാടാ. എന്നിട്ട് എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കാൻ 10 രൂപ ഉണ്ടാവോ കയ്യില്? ഇല്ല. എടാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോകണ്ടേ? പൈസ ഇല്ലാണ്ട് പറ്റതല്ല ക്യാൻറ്റീനിൽ. അതല്ലടാ കോപ്പേ, അതുവിനുടെ ക്ലാസ് വരെ ഏതാ ബാച്ച് തപ്പണ്ടേ? ഒന്ന് പോടാ കോപ്പേ, എല്ലാം അറിഞ്ഞോണ്ട് നീ എന്നെ കൊലക്ക് കൊടുക്കാൻ പോകണം. എന്നാ ലീസ്റ്റ് നീ വരാന്ത എവിടെയെങ്കിലും വാ. ആ കേസ് വേണം നടപടിയാക്കാം. എടി, ഞാൻ ഈ റെക്കോർഡ് ഒന്ന് സ്റ്റാഫ് റൂമിൽ കൊടുത്തിട്ട് വരാട്ടോ. ചേട്ടാ, കാണുന്നില്ലല്ലോ. ഇവിടെ ഏത് ക്ലാസ്സിലാണാവോ? ക്ലാസ് കണ്ടുപിടിച്ചു, BSc ഫിസിക്സ്. പിന്നെ ചാരു ഒന്നും ക്ലാസ്സിൽ വന്നിട്ടില്ല. വന്നിട്ടില്ലേ? ആഹാ, ഇനി കണ്ടു ഈ ബെഞ്ചമിന്റെ കളി എന്താണെന്ന്. നീടെ എന്തിനുള്ള പുറപ്പാടാ? പാലാടൈതാ
എല്ലാരും ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. ആരുടെയും കൈ സഞ്ചി ഉണ്ടാവോ? ചേടാ ഇവൻ ഇത് എന്ത്? എനിക്ക് അങ്ങോട്ട് കേറാനാകത്തില്ല ഇപ്പൊ. പണത്തെ ഇടി. എനിക്കറിയായിരുന്നു എനിക്കെല്ലാം ക്ലാസ്സിൽ പാട്ടാക്കുന്നു. കുട്ടിയുടെ കയ്യിലുണ്ടാവോ സഞ്ചി? ഞാൻ തന്നാ മതിയോ? చిట్టలే ఎనగ చిట్టలే నాగదో రాజనకి ఎనగ